എല്ലാവർക്കും ഗ്ലാം മലയാളം ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഖില. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു മേക്കപ്പ് വീഡിയോ ആണ്. നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ചെയ്യുമല്ലോ മേക്കപ്പ്, അതെങ്ങനെയാണ് കറക്റ്റ് പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് ആ ഒരു മേക്കപ്പ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. കാരണം എനിക്കൊരു അബദ്ധം പറ്റി. ഇന്ന് മോർണിംഗ് ആണെങ്കിൽ ഇങ്ങനെ മേക്കപ്പ് വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ തിങ്സൊക്കെ എടുത്ത് വെക്കുകയായിരുന്നു. എടുത്ത് വെച്ചപ്പോഴാണ് കണ്ടത് ഫൗണ്ടേഷൻ തീർന്നു പോയി. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും സിറ്റുവേഷൻ കാരണം നമുക്ക് ഓർഡർ ചെയ്താലും പുറത്ത് കടകളൊന്നും തുറക്കത്തില്ല, അല്ലാതെ ഓൺലൈൻ വഴി ഓർഡർ ചെയ്താലും ഒത്തിരി ലേറ്റാകും വരാനായിട്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ യൂട്യൂബിലിങ്ങനെ തപ്പി ഒരു വീഡിയോ എടുത്തു. ഒത്തിരി ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ ഈ ഫൗണ്ടേഷൻ ചെയ്യുന്നതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു വീഡിയോ എനിക്ക് ക്ലിക്കായി. അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബേബി ക്രീം ഉണ്ടല്ലോ, ആ ബേബി ക്രീം യൂസ് ചെയ്തിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് മേക്കപ്പ് ഈ ഫൗണ്ടേഷൻ ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഇന്ന് ആ ഫൗണ്ടേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ച് ഞാൻ അത് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, എന്നെ പോലത്തെ സിറ്റുവേഷൻ അനുഭവിക്കുന്ന ഒത്തിരി പേര് കാണുമായിരിക്കും എന്നൊരു പ്രതീക്ഷയോടെയാണ്. അപ്പോൾ ശരി, നമുക്ക് തുടങ്ങാം. അപ്പോൾ ഹോം മെയ്ഡ് ഫൗണ്ടേഷനായിട്ട് ഞാനിവിടെ ഇട്ടിരിക്കുന്നു ബേബി ക്രീം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സംഭവം ഒന്ന് ചൂസ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ബേബി ക്രീം ആകുമ്പോൾ കൂടുതൽ കെമിക്കൽസ് ഒന്നും കാണത്തില്ല, എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ വിശ്വസിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ബേബി ക്രീം. ഓക്കെ, ബേബി ക്രീം. ഈ ബേബി ക്രീമിനോട് കൂടെ നമ്മുടെ കോമ്പാക്ട് പൗഡർ ഉണ്ടല്ലോ, ഈ കോമ്പാക്ട് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവർ പറഞ്ഞ ആ പ്രൊസീജിയറൊക്കെ വെച്ചൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ബൗൾ എടുക്കുന്നു. അപ്പോൾ ഒരു ബൗൾ എടുത്തു കഴിഞ്ഞു. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഈ 2 ടേബിൾ സ്പൂൺ ആ ഒരു അളവിന് ഈ ബേബി ക്രീം എടുക്കണമെന്നാണ്. അപ്പോൾ എനിക്ക് ഇത് ഫസ്റ്റ് ടൈം അല്ലേ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് അളവ് കുറച്ച് ഇച്ചിരി ഒന്ന് എടുക്കുകയാണ്. കണ്ടില്ലേ, എനിക്കിപ്പോൾ ഇടാൻ ആവശ്യത്തിനായിട്ടുള്ള ബേബി ക്രീം. ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇന്നത്തെ ഫംഗ്ഷനൊക്കെ പോകുന്നുള്ള മേക്കപ്പ് ചെയ്യുന്ന. ഈശ്വരായി ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ഇപ്പം ബേബി ക്രീം എടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ കോമ്പാക്ട് പൗഡർ. ഞാൻ യൂസ് ചെയ്യുന്നത് എലീറ്റയുടെ കോമ്പാക്ട് പൗഡറാണ്. ഇത് എൻ്റെ ഷെയ്ഡിന്, എൻ്റെ ആ ഒരു കളറിന് കറക്റ്റ് പെർഫെക്റ്റ് മാച്ചാണ്. അപ്പോൾ ഈ ഒരു കോമ്പാക്ട് പൗഡറാണ് ഞാൻ ബേബി ക്രീമിലോട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഫൗണ്ടേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആ വീഡിയോയിൽ കണ്ട പോലെ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ബേബി ക്രീം എടുത്തിട്ടുണ്ട്. എൻ്റെ ഫേസിന് ഇടേണ്ട ആ ഒരു അളവിനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ ഈ കോമ്പാക്ട് പൗഡറൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ കോമ്പാക്ട് പൗഡർ ഇട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കിവിടെ ക്രീം കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട്. ഇച്ചിരി കുറച്ചുകൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇല്ല, ക്രീം കറക്റ്റാണ് കേട്ടോ. ഇനി കുറച്ചുകൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇനി കുറച്ച് നന്നായിരിക്കും. ഏകദേശമൊക്കെ റെഡിയായി തോന്നുന്നു. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാം. കണ്ടോ, സാരമല്ല അല്ലേ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ അത്ര വന്നില്ല, എന്നാലും സാരമാണ്. അപ്പോൾ ഹോം മെയ്ഡ് ഫൗണ്ടേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കെന്ത് ചിരി വരുന്നു കേട്ടോ. അടിപൊളിയല്ലേ? ലൈക്ക് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വിചാരിച്ചതിനേക്കാളും സാരമുള്ള ഫൗണ്ടേഷൻ വന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ മേക്കപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കറിയാമല്ലോ മോയ്സ്ചറൈസിങ് ക്രീമാണ് അതിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അറിയാലോ, ബേബി ക്രീമാണ് യൂസ് ചെയ്യുന്നത്. കൂടുതൽ കെമിക്കൽസ് ഒന്നുമില്ല, അതാണ് ഞാൻ ഇത് ചൂസ് ചെയ്തിരിക്കുന്നത്. അയ്യോ, ബേബി ക്രീം തീരാറായല്ലോ, എല്ലാം തീരാറായി, അത്ര തന്നെ. അങ്ങനെ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് പ്രൈമർ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൈമർ യൂസ് ചെയ്യണത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ മേക്കപ്പ് ഒന്ന് കുറച്ച് സമയം കൂടെ ഒന്ന് ഹോൾഡ് ചെയ്യാനും, പിന്നെ അതുപോലെ നമ്മളുടെ സ്കിന്ന് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും ഈ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അതിനും കൂടെ വേണ്ടിയാണ് നമ്മുടെ ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത്. മേക്കപ്പിന് മുമ്പ് തന്നെ, മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കഴുത്തിൻ്റെ ഈ സൈഡും കാതിൻ്റെ സൈഡും ഇടാൻ വേണ്ടി മറക്കരുത്. പിന്നെ ഇന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ മേക്കപ്പിനുള്ള എന്ത് തിങ്സും ഫേസിൽ അപ്ലൈ ചെയ്താൽ അപ്വേർഡ് ഡയറക്ഷനിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുക. എന്ത് ഫേസ് മാസ്ക് എന്ത് അപ്ലൈ ചെയ്താലും അപ്വേർഡ് ഡയറക്ഷനിലോട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, കണ്ടില്ലേ ഇതുപോലെ. അങ്ങനെ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഫൗണ്ടേഷൻ. ഇടുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമോ, കഥകളിക്ക് പോകും പോലെ ഇരിക്കുമോ. ഒത്തിരി കളറായോ? പിന്നെ ഇച്ചിരി മുഖക്കുരുവിൻ്റെ പാടൊക്കെ ഉള്ളവർ നമ്മുടെ കളർ കറക്റ്റർ അല്ലെങ്കിൽ വേണ്ട കൺസീലർ ഒന്ന് യൂസ് ചെയ്തിട്ട് അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എനിക്കിപ്പോൾ അത്രയ്ക്ക് വലിയ പാടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ്. ഇല്ല, പാടൊന്നും സാരമല്ല, കിടന്നോട്ടെ എന്നുള്ളവർക്ക് സാരമല്ല, ഫൗണ്ടേഷൻ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതിയാകും. ബ്ലെൻഡർ യൂസ് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. സാരമില്ല. അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സാരമല്ല അല്ലേ? ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ച് പെർഫെക്റ്റ് ആയിരിക്കുന്നു. ഈ ഫൗണ്ടേഷനൊന്നും ഇല്ലാത്ത അവസ്ഥപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. സെറ്റിംഗ് സ്പ്രേ. ഇതും ബ്ലൂ ഹെവൻ്റെ ആണ്. അടിപൊളിയാണ് കേട്ടോ. ഒത്തിരി ടൈം നമ്മുടെ മേക്കപ്പ് ഇങ്ങനെ ഹോൾഡ് ചെയ്യും, അതുപോലെ നല്ലൊരു ഷൈനിങ് ലുക്ക് കിട്ടും ഇത് അടിച്ചു കഴിഞ്ഞാൽ. ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിക്കാൻ പോവുകയാണ്. ഇനി ഇതൊന്ന് ഡ്രൈ ആകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക, പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും കേട്ടോ.
ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത് നമുക്ക് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യണം. അങ്ങനെ ഫേസ് മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ, വളരെ ഹെവി ആയിട്ടുള്ള ലുക്കൊന്നുമല്ല, നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ലുക്ക് തന്നെ ഉണ്ട് അല്ലേ. അടുത്തിനി ഐ മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഐ ഷാഡോ ഒന്ന് അപ്ലൈ ചെയ്യാം. എൻ്റെ ഈ ഡ്രസ്സിന് കുറച്ച് മേച്ചായിട്ട് വരുന്ന ഐ ഷാഡോയെ മേളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് പിങ്ക് കളർ തരുന്ന ഒരു ഐ ഷാഡോയാണ്. ചിലർക്ക് ഇങ്ങനെ ബ്രഷ് യൂസ് ചെയ്ത് ഇത് അപ്ലൈ ചെയ്യുന്ന കുറച്ച്, ബട്ട് എനിക്ക് കൈവച്ച് യൂസ് ചെയ്യുന്നത് കുറച്ചു നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഹെവി ആയിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, ചെറുതായിട്ട്. നെക്സ്റ്റ് ഐലൈനർ. അടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐഡ്രമ കാജലാണ്. ഇച്ചിരി കൂടിപ്പോയോ? ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആയല്ല. മസ്കാര. ഞാൻ മേക്കപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ പ്രൊഡക്ട്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ലിപ്സ്റ്റിക്. ഇതും ബ്ലൂ ഹെവൻ്റെ ആണ്. ഇത് എലിഗൻസ് മാറ്റ് ലിപ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. കണ്ടില്ലേ, ഈ ഒരു കളറാണ്. ഇത് ഒത്തിരി ഇട്ടാൽ ഒരുമാതിരി ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് വിടുകയാണ്. മാജിക് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നാച്ചുറലായിട്ട് കിടക്കും കേട്ടോ. നമുക്കിത് ലിപ്സ്റ്റിക് ഇങ്ങനെ വാരിക്കോരി ഇട്ടെന്നുള്ള ആ ഒരു ഫീല് വരത്തില്ല. പിന്നെ ലോങ് ലാസ്റ്റിക്കിന് ഒത്തിരി ടൈം കിടക്കും. അങ്ങനെ ഫേസിലുള്ള കംപ്ലീറ്റ് മേക്കപ്പും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി തലയൊക്കെ ഒന്ന് ചീക്കി റെഡി ആയിട്ട് വരാം.
അപ്പോൾ എൻ്റെ മേക്കപ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളും ഇതുപോലെ ഫൗണ്ടേഷനൊക്കെ ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആവുമല്ലോ. അതുമാത്രമല്ല, ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ.